AI ഉച്ചകോടിയിലെ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധത്തിനെതിരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വസ്ത്രമഴിച്ച് വിദേശാതിഥികൾക്ക് മുന്നിൽ പ്രതിഷേധിച്ചതിലൂടെ കോൺഗ്രസ് രാജ്യത്തെ അപമാനിച്ചു. കോൺഗ്രസ് നഗ്നനാണെന്ന് ജനം മുൻപേ തിരിച്ചറിഞ്ഞതാണെന്നും മോദി പറഞ്ഞു. തൗഫീഖ് തുടരുന്നുണ്ട്. തൗഫീഖ്, പ്രധാനമന്ത്രിയുടെ പ്രതികരണം ഒരുപക്ഷെ ആ പ്രതിഷേധത്തിന് ശേഷം ഇതാദ്യമായാണ് വരുന്നത്. അപ്പോൾ കോൺഗ്രസ് നഗ്നരാണ് എന്ന് നേരത്തെ ജനത്തിനറിയാം. प्रधानमंत्री प्रतिकरण बंधपेट അത് കണ്ട ശേഷം തിരികെ എത്താം. साथियों, कांग्रेस ने भारत के एक वैश्विक आयोजन को अपनी गंदी और नंगी राजनीति का अखाड़ा बना दिया. समारोह स्थल पर विदेशी अतिथियों के सामने कांग्रेस के नेता कपड़े उतारकर पहुंच गए. देश तो जानता है आप पहले से ही नंगे हो, फिर कपड़े उतारने की जरूरत क्या पड़ी? ഓക്കെ, തൗഫീഖ് അസ്ലം ശരിയാണ്. തൗഫീഖ്, പ്രധാനമന്ത്രി പറയുന്നു നിങ്ങൾ നഗ്നരാണ് എന്ന് ജനങ്ങൾക്ക് നേരത്തെ അറിയാം, പിന്നീട് എന്തിന് നിങ്ങൾ വസ്ത്രമഴിച്ചു എന്നുള്ളത് ചോദിക്കുന്നു. ഒപ്പം കോൺഗ്രസ് ലോകത്തിന് മുന്നിൽ വന്ന വിദേശാതിഥികൾക്ക് മുന്നിൽ രാജ്യത്തെ അപമാനിച്ചു. വളരെ കടുത്ത ഭാഷയിലാണ് മോദിയുടെ പ്രതികരണം. മഹേഷ്, തീർച്ചയായും രൂക്ഷമായിട്ടുള്ള വിമർശനമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭാഗത്തുനിന്നുകൊണ്ട് ഈ പ്രതിഷേധവുമായിട്ട് ബന്ധപ്പെട്ടിപ്പോൾ ഉയർന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമായിരുന്നു AI ഉച്ചകോടിയുടെ വേദിയിൽ വസ്ത്രം ഊരിക്കൊണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിക്കുകയും അത് വലിയ വിമർശനങ്ങൾക്കുൾപ്പെടെ ഇടയാക്കുകയും ചെയ്തിരുന്നതിന് ശേഷമാണ് ഇന്ന് ഉത്തർപ്രദേശിലെ മീററ്റിൽ നടന്ന നമോ മെട്രോയുടെ ഉദ്ഘാടന വേദിയിൽ വെച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കോൺഗ്രസിനെതിരെ രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ ഇപ്പോൾ ഉയർത്തിയിരിക്കുന്നത്. ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ ഇന്ത്യയെ അപമാനിക്കാനുള്ള ശ്രമമാണ് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുകൊണ്ട് ഉണ്ടായത്. രാജ്യത്തെ കോൺഗ്രസ് അപമാനിച്ചു എന്ന് തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വേദിയിൽ വെച്ച് പറയുകയുണ്ടായി. വസ്ത്രം ഊരി പ്രതിഷേധിച്ചത് വിദേശ അതിഥികൾക്ക് മുമ്പിലാണ്. കാരണം നിരവധി വിദേശ അതിഥികൾ പങ്കെടുക്കുന്ന ഒരു ഉച്ചകോടിയായിരുന്നു. ആ വേദിയിലേക്കായിരുന്നു ഇത്തരമൊരു പ്രതിഷേധം യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുകൊണ്ട് അപ്രതീക്ഷിതമായിട്ടുണ്ടായത്. ഇന്ത്യയെ അപമാനിക്കാനുള്ള ശ്രമമാണ് കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും എല്ലാം ഭാഗത്തുനിന്നുകൊണ്ട് ഉണ്ടായതെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ പറയുന്നത്. അതോടൊപ്പം തന്നെ കോൺഗ്രസ് നഗ്നരാണെന്ന് മുമ്പേ തന്നെ ജനം തിരിച്ചറിഞ്ഞ കാര്യമാണ്. അവരുടെ പ്രവർത്തനം അങ്ങനെയാണ് രാജ്യത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു വിമർശനവും കൂടി പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്നുകൊണ്ട് ഉയരുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസം ഈ പ്രതിഷേധം ഉണ്ടായതിന് പിന്നാലെ യൂത്ത് കോൺഗ്രസിനെ പിന്തുണക്കുന്ന തരത്തിലുള്ള പ്രതികരണമായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തുനിന്നുകൊണ്ട് ഉണ്ടായത്. അതിനെതിരെ രാജ്യവ്യാപകമായിട്ട് BJP വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉയർത്തിയിരുന്നു. സംസ്ഥാനങ്ങളിലെ കോൺഗ്രസ് ഓഫീസിലേക്ക് ഉൾപ്പെടെ BJP പ്രതിഷേധ മാർച്ച് നടത്തുകയും അത് സംഘർഷം നടക്കുകയും ഉൾപ്പെടെ ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ഇന്ന് മീററ്റിൽ നടന്ന ഈ ഉദ്ഘാടന വേദിയിൽ വെച്ച് കോൺഗ്രസിനെ രൂക്ഷമായി വിമർശിച്ചത്. ഈ കഴിഞ്ഞ ദിവസത്തെ സംഭവവുമായി ബന്ധപ്പെട്ട് 4 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി 6 പേരെ കൂടി ഇതുമായി ബന്ധപ്പെട്ട് കണ്ടെത്താനുണ്ട്. 10 പേരായിരുന്നു ആ ഉച്ചകോടി വേദിയിൽ പ്രതിഷേധിച്ചത്. 6 പേർ ആ സംഭവ സ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ടു. 4 പേരെ പോലീസ് പിടികൂടുകയും ചെയ്തിരുന്നു. അവരെ ഇന്നലെ ഡൽഹി പട്യാല ഹൗസ് കോടതി 5 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിടുകയും ചെയ്തു.